പത്തനംതിട്ടയിൽ പൂർത്തിയാകാത്ത പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ആരോഗ്യമന്ത്രിയുടെ നീക്കമെന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. മന്ത്രി വിളിച്ചു ചേർത്ത ആലോചനാ യോഗം അലങ്കോലമായി. നീ വിഷമിക്കാതെ ഇതിപ്പോ ശരിയാക്കി തരാം. ഒരു വിട്ടുകിട്ടിയ സ്ഥാപനത്തെ ഔഷധങ്ങൾ അറിയാതെ ഇടതുപക്ഷത്തിന്റെ ചെയർമാൻ പോലും അറിയാതെ ഉദ്ഘാടന മാമാങ്കത്തിന് എതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും, പ്രതികരിക്കും. എന്നാൽ തനിക്കെതിരെ എന്നിട്ട് പ്രതിഷേധമെന്നും യോഗം അലങ്കോലമാക്കാൻ ശ്രമിച്ച കോൺഗ്രസിനെതിരെയാണ് എന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. പൂർത്തിയായ പദ്ധതികൾ കാണിച്ചു തരാമെന്നും മന്ത്രി വെല്ലുവിളിച്ചു. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അവര് വരാൻ പറഞ്ഞാൽ മതി. കാണിച്ചു. ഇവിടെ സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴല്ലേ കൂവി വിളിച്ചേ? അല്ല, എന്നെ ആരെങ്കിലും കൂവി വിളിച്ചില്ലല്ലോ. ഒരാള് കൂവി വിളിച്ചില്ല. മന്ത്രിക്ക് പിന്തുണയുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും എത്തിയതോടെ യോഗത്തിൽ സംഘർഷാവസ്ഥയുണ്ടായി. വാർത്തകൾ വളച്ചൊടിക്കരുത് ദയവായി. ഞാൻ കുറെ നാൾ ഈ ജോലി ചെയ്തല്ലേ. കൂവി വിളിച്ചെന്ന് പറയുന്നതിനൊന്നും നമുക്കൊരു പ്രശ്നവും ഇല്ലല്ലോ. ജനറൽ ആശുപത്രിക്കുള്ള പുതിയ കെട്ടിടം ജില്ലാ സ്റ്റേഡിയം മാത്രം ഇന്നലെ തേച്ചെടുത്ത് ഇന്നലെ വൈറ്റ് വാഷ് അടിച്ചു. ബാക്കി വശത്തൊന്നുമില്ല, കണ്ടോ? നോക്കാം. എനിക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? അങ്ങോട്ട് കൂടി എന്ന് പ്രതികരിച്ച മന്ത്രിയോട് വൈകാരികമായാണ് നാട്ടുകാർ സ്നേഹം കാട്ടിയത്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഏതോ കാലത്തുള്ള സംഭവം ഏതോ ഡോക്ടേഴ്സ് ചെയ്ത് ഏതോ ആരോഗ്യ പ്രവർത്തകർ ചെയ്ത്, പക്ഷെ അത് ആരാണെന്ന് കണ്ടുപിടിച്ചു. ഈ കാലത്ത് കണ്ടുപിടിച്ചിട്ട് അവർക്കെതിരെ നടപടിയെടുത്തു സർവീസുകൾ. ഇന്നലെ പറഞ്ഞ ആ ഡോക്ടർ ഒരു സ്വകാര്യ ആശുപത്രി ജോലി ചെയ്യാണ് ഇപ്പോൾ. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്.